സിൽവർ ലൈനെ സംബന്ധിച്ച് ഗവൺമെന്റ് പിന്മാറിയാൽ ഗവൺമെന്റ് നല്ലതാണ്. അത് അനുവദിക്കാൻ ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നത് പ്രതിപക്ഷ നിലപാടാണ്. അത് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ വിശദമായി പഠിച്ച് വിശദമായി എല്ലാവരോടും സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ശക്തിയായി പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും നടപ്പാക്കാൻ സമ്മതിക്കില്ല. രാഷ്ട്രീയവും അഹങ്കാരവും നിറഞ്ഞ ശബ്ദത്തിലാണ് എന്തു വന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ നടപ്പാക്കുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ വിനയത്തിലാണ് പറഞ്ഞത്, നടപ്പാക്കാൻ സമ്മതിക്കില്ല. ആ വിനയം അവസാനം ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്മാറിയെങ്കിൽ നല്ല കാര്യം, പിന്മാറിയില്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികൾ വീണ്ടും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും. അല്ല, എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ. നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പറായിട്ടുള്ളൊരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടാന്നല്ല. ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കട്ടെ. അതിനെന്താ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടൊന്ന് ആളുകളെല്ലാം ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട, അതൊന്നുമില്ല. അതിവേഗ റെയിൽ വരട്ടെ, അതിൻ്റെ പ്രപ്പോസൽ വരട്ടെ, അതിൻ്റെ DPR തയ്യാറാക്കട്ടെ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നിരവധി വളവുകളുണ്ട്. ആ വളവുകൾ സ്ട്രെയിറ്റൈൻ ചെയ്ത് നിലവിലുള്ള പാതയുടെ കൂടെ തന്നെ ഡബിൾ ലൈനോ വല്ലതും പണിത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റെയിൽ വേണം, സ്പീഡിൽ സഞ്ചരിക്കണം. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം.